ശ്രീ പൊടിപ്പാറ, ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിൽ LDF-ന് നിലമ്പൂരിൽ പരാജയമുണ്ട്. കാരണം അവരുടെ ഒരു സിറ്റിംഗ് സീറ്റ് UDF നേടുകയായിരുന്നു. ആ രാഷ്ട്രീയ പരാജയത്തിൽ നിന്ന് ഉണ്ടാകുന്ന കേവല വിമർശനം, പരാതി എന്ന നിലയിൽ മാത്രമായി തള്ളിക്കളയാവുന്നതാണോ നിലമ്പൂരിൻ്റെ പ്രചാരണ രംഗത്തും മറ്റും കണ്ട ഈ വർഗീയ സംഘടനകൾ? അത് സംഘപരിവാരമുണ്ട്, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള മതരാഷ്ട്രവാദികളുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ആ കാലത്തടക്കം ചർച്ച ചെയ്ത പ്രതിപക്ഷ നേതാവ് തന്നെ അവർക്ക് കൊടുത്ത ക്ലീൻ ചിറ്റ്. മാത്രവുമല്ല, ഇനി തെരഞ്ഞെടുപ്പിന് ശേഷം നോക്കിയാൽ, UDF രാഷ്ട്രീയത്തിലേക്ക് നോക്കിയാൽ, ലീഗ് മലപ്പുറത്ത് ഈ കാലത്ത് നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും UDF പരാജയപ്പെടരുത് എന്ന നിലയിൽ അവരെടുത്തിട്ടുള്ള വലിയ എഫർട്ടുണ്ട്. ന്യൂനപക്ഷ ആ നിലയിൽ ലീഗിൻ്റെ പശ്ചാത്തലം, ലീഗിൻ്റെ പങ്കാളിത്തം പലപ്പോഴും UDF രാഷ്ട്രീയത്തിൽ ലീഗിൻ്റെ അപ്രമാദിത്വം എന്ന നിലയിൽ UDF-നകത്ത് വലിയ ബുദ്ധിമുട്ടുകളും ജനങ്ങൾക്കിടയിൽ വലിയ അവമതിപ്പുണ്ടാക്കുന്നതിനുമൊക്കെ മുൻകാലങ്ങളിൽ പല നിലയ്ക്കും അത് വഴിവെച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഓർമ്മകളിലും അനുഭവങ്ങളിലും അത് ഉള്ളതാണ്. അപ്പോൾ ഈ പലതരത്തിൽ നിലമ്പൂരിൻ്റെ ജനവിധിക്ക് ശേഷം ഈ ഭാഗത്തെ വിശകലനം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതല്ലേ? അതോ പരാജയപ്പെട്ട CPI-എമ്മിൻ്റെ കേവല വിമർശനം എന്ന നിലയിൽ മാത്രം പരിമിതപ്പെട്ട് കണ്ടാൽ മതിയോ? നിലമ്പൂര് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം പല നിലയ്ക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയെഴുത്താണ്. ആ വിധിയെഴുത്തിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജ് പരാജയപ്പെട്ടു. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് വിജയിച്ചു. LDF-ഉമായിട്ട് പിണങ്ങിപ്പിരിഞ്ഞ് MLA സ്ഥാനം രാജിവെച്ച് ഈ ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയ PV അൻവർ രണ്ട് മുന്നണികളെയും അല്ലെങ്കിൽ 3 മുന്നണികളെയും വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയും മത്സരിച്ച് 19,000-ലധികം വോട്ടുകൾ നേടി. ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടിന്റെ കണക്ക് നോക്കിയാൽ വളരെ വ്യക്തമായി ആർക്കും പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചു. അതും സാധാരണഗതിയിൽ നിലമ്പൂരിൽ അത്ര എളുപ്പമല്ലാത്ത 11,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷൗക്കത്ത് വിജയിച്ചു. ഒപ്പം തന്നെ LDF-ഉമായിട്ട് പിണങ്ങിപ്പിരിഞ്ഞ് പിണറായിസത്തിനെതിരെയാണ് എൻ്റെ പോരാട്ടം, ഒപ്പം സതീശനസത്തിനെതിരെയും എൻ്റെ പോരാട്ടം എന്ന് നിലവിളിച്ച് അട്ടഹസിച്ച് ഒക്കെ മത്സരിച്ച PV അൻവർ 19,000 വോട്ട് നേടി. അദ്ദേഹവും, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ ക്രെഡിറ്റ് അവകാശപ്പെടാൻ, നേട്ടം അവകാശപ്പെടാനുള്ളത് ഈ രണ്ട് കക്ഷികൾക്കാണ്, UDF-നും അതുപോലെ തന്നെ അൻവറിനുമാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, ഇപ്പോൾ LDF പറയുന്നത് ഈ വിജയം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലൂടെ നേടിയ വിജയമല്ല, മറിച്ച് അവിശുദ്ധമായ കൂട്ടുകെട്ടുകളിലൂടെ വർഗീയ കക്ഷികളുമായിട്ട്, വർഗീയ സംഘടനകളുമായിട്ട് ഉണ്ടാക്കിയ അഡ്ജസ്റ്റ്മെന്റിലൂടെ അവരുമായി കർട്ടന് പുറകിൽ നടത്തിയ ബാന്ധവങ്ങളിലൂടെ നേടിയെടുത്ത ജനാധിപത്യപരമല്ലാത്ത വോട്ടുകൾ നേടിയാണ് UDF വിജയിച്ചത് എന്നാണ് LDF-ന്റെ ഭാഷ്യം. എന്തായാലും ഇതിനകത്ത് ഒരു സത്യം അംഗീകരിച്ചേ പറ്റൂ. വിജയത്തെ വിജയമായിട്ട് അംഗീകരിക്കേണ്ടതുണ്ട്, പരാജയത്തെ പരാജയമായിട്ട് അംഗീകരിക്കേണ്ടതുണ്ട്. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ LDF ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചതാണ്. മുഖ്യമന്ത്രി പലവട്ടം അവിടെ സന്ദർശിച്ച് ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്ത് അദ്ദേഹം നടത്തിയ പൊതുവേദികളിലെ പ്രസംഗങ്ങളിലെല്ലാം അദ്ദേഹം ആഞ്ഞടിച്ചത് ഈ വർഗീയ കൂട്ടുകെട്ടിനെതിരെയാണ്. കേരളത്തിലെ സർക്കാരിന്റെ നേട്ടങ്ങളെ കുറിച്ചാണ് അദ്ദേഹം എണ്ണി പറഞ്ഞത്. അപ്പോൾ സർക്കാരിന്റെ എതിരായ, അല്ലെങ്കിൽ ഈ ഗവൺമെന്റിനെതിരായ ഒരു വിരുദ്ധ വികാരം, സർക്കാർ വിരുദ്ധ വികാരവും, അതുപോലെ തന്നെ ഈ സർക്കാരിന്റെ ഭരണ പരാജയമാണ് ഈ പരാജയത്തിന് കാരണമെന്ന UDF-ന്റെ ആരോപണങ്ങളെ തകർക്കാനാണ് LDF അതിശക്തമായി ശ്രമിച്ചതും, അതുപോലെ തന്നെ വർഗീയ കൂട്ടുകെട്ടിനെ ജനങ്ങൾക്ക് മുമ്പിൽ എക്സ്പോസ് ചെയ്യാനും ശ്രമിച്ചു. മാത്രമല്ല, ഈ ഇതിനെയെല്ലാം മറികടക്കാൻ പോകുന്ന വളരെ ക്ലീൻ ഇമേജ് ഉള്ള, മികച്ച ട്രാക്ക് റെക്കോർഡുള്ള, ഒരുപക്ഷെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും വിശകലനം ചെയ്യാനും അത് വിശദമാക്കി ആളുകളെ ബോധ്യപ്പെടുത്താനും കഴിവുള്ള മികച്ച പ്രസംഗകനും എഴുത്തുകാരനും കൂടിയായ സ്വരാജ് ആയിരുന്നു അവിടുത്തെ സ്ഥാനം. നമ്മുടെ പോയിന്റിലേക്ക് ഒന്ന് ചുരുക്കി വന്നാൽ, കാരണം നമ്മളിത് തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലം മുതൽ പറയുന്ന പൊതുവിശദീകരണങ്ങൾ ഉണ്ട് പലതും താങ്കൾ പറഞ്ഞതിൽ, അതുകൊണ്ടാണ് പോയിന്റിലേക്ക് ഒന്ന് വന്നാൽ പ്ലീസ്. അപ്പൊ ഇതെല്ലാം നടത്തിയ ഒരു സാഹചര്യത്തിൽ ഇത് ജനങ്ങൾ വേണ്ടത്ര ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ് സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്ത് വ്യക്തമാക്കുന്നത്. അതെന്തുകൊണ്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല, ജനങ്ങൾ എന്തുകൊണ്ട് അത് ഉൾക്കൊണ്ടില്ല, പ്രചരണത്തിന്റെ കുറവ് കൊണ്ടല്ല. എന്തായാലും
ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ ഇഫക്റ്റീവായിട്ട് പ്രചരണം നടത്തുന്നതിൽ ഒന്നുകിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കേണ്ടി വരും. ഓക്കെ, ഞാൻ ഏതായാലും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മുന്നോട്ട് വെച്ചത്. താങ്കൾ ആ തെരഞ്ഞെടുപ്പ് സാഹചര്യവും ജനവിധിയിൽ പ്രകടമായതും വെച്ച് ആണതിന് ഒരു നിരീക്ഷണം അവതരിപ്പിച്ചത്. പക്ഷേ അപ്പോഴും അതിലെ ചില പ്രസക്തമായ UDF രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങളുണ്ട്. സാർ, ഞാൻ അതിലേക്ക് വരാം, ശ്രീ പൊടിപ്പാറയിലേക്ക് വരാം.